200 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫലത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖറഅ ഒരാൾ ഓതിയാൽ, കുല്ലയൗമിൻ എല്ലാ ദിവസവും ഒരാൾ ഓതിയാൽ, മിഅത്തൈ മറത്തിൻ 200 തവണ 200 പ്രാവശ്യം ഓതിയാൽ, ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് 200 തവണ ഒരാൾ ഓതിയാൽ എല്ലാ ദിവസവും എന്താണ് ലഭിക്കുന്ന പ്രതിഫലം? മുഹയ്യ അൻഹു ദുനൂബു 50 സന, 50 വർഷത്തെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. 50 കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്യും? മായ്ച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്ന കാര്യം നമ്മൾ കേൾക്കണം. ഒരു നിബന്ധന ഉണ്ട്. ഇല്ല അൻ യകൂനു അലൈഹി ദൈനുൻ, അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് കടബാധ്യതകളില്ലെങ്കിൽ ആണ് 50 വർഷത്തെ പാപങ്ങൾ മായ്ക്കപ്പെടുക. അപ്പോൾ കടമുള്ള ആളുകൾ അല്ല പറഞ്ഞത്, കടമില്ലാത്ത ആളുകൾ, കടബാധ്യതകളൊന്നുമില്ലാതാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ 50 വർഷത്തെ പാപങ്ങൾ മായ്ക്കാൻ കാരണമാണെന്ത്? എല്ലാ ദിവസവും 200 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ കടബാധ്യത ഒരു പ്രശ്നമാണല്ലേ? ആലോചിച്ച് നോക്കൂ. നബി തങ്ങൾ പ്രത്യേകം അത് എടുത്തു പറയാൻ, കടബാധ്യതകളില്ലെങ്കിൽ എന്ന്. കടം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ദുനിയാവിൽ ഏതായാലും പ്രശ്നമാണ്. കടമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല. കടം വീട്ടാൻ പൈസ കിട്ടാനൊരു മാർഗവും ഇല്ലെങ്കിൽ പിന്നെ പറയാനുമില്ല. ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ പിന്നെ അത് വളരെയധികം വിഷമമാണ്. കാരണം ഇടപാടൊക്കെ ക്ലിയർ ഉള്ള ആളാണെങ്കിലും കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കാനുള്ള മാർഗം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാണല്ലേ? അപ്പോൾ കടം അത് വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുക എന്നുള്ളത് വലിയ വിഷയമാണ്. അപ്പോൾ കടമുള്ളവർ തന്നെ പൈസ ഉള്ളവരെന്താക്കാറില്ല? വീട്ടാറില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ആളുകളുമുണ്ട്. ഏതായാലും കടബാധ്യത ഇല്ലാതെ മരണപ്പെടുക എന്നുള്ളത് അത് വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഇബാദത്തുകളുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ കടബാധ്യതയില്ലാതെ മരണപ്പെടണം. മാത്രമല്ല ഖബറിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. ഖബറിലും സ്വർഗീയ സന്തോഷങ്ങൾ ലഭിക്കണമെങ്കിൽ കടബാധ്യതകളില്ലാതിരിക്കണം. അതൊക്കെ തടഞ്ഞു വെക്കുന്ന കടം ഉള്ളവർക്ക് എന്ത് ചെയ്യും? ഈ അനുഗ്രഹങ്ങളൊക്കെ തടഞ്ഞു വെക്കും. ഖബറിൽ ആ സ്വർഗീയ സുഖങ്ങളൊന്നും കിട്ടൂല എന്ന്. അപ്പോൾ കടം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 200 എണ്ണം എല്ലാ ദിവസവും ഓതിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ കടബാധ്യതയോടുകൂടെയാണ് മരണപ്പെട്ടതെങ്കിൽ ഇതിൻ്റെ ഗുണം കിട്ടൂല. അപ്പോൾ കടബാധ്യതയില്ലാത്ത ഒരാൾ 200 തവണ എന്ത് ചെയ്തു? ഇത് ചൊല്ലി അങ്ങനെ എന്ത് ചെയ്തു? എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തു? കടബാധ്യതയില്ലാതെയാണ് മരണപ്പെട്ടത്. എന്നാൽ അവർക്ക് 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയും എന്ന്. വലിയ പവറാ കിട്ടാൻ പോണല്ലേ? അപ്പോൾ കടം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ദുനിയാവിലും അതുപോലെ തന്നെ ഖബറിലും പരലോകത്തൊക്കെ വലിയ പ്രശ്നമാണ് കടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടം വരുത്തി വെക്കാതിരിക്കുക. പരമാവധി
നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ജീവിക്കാൻ ശ്രമിക്കുക പരമാവധി. അപ്പോൾ കടബാധ്യതകൾ ഉണ്ടാക്കി വെക്കാതിരിക്കുക, നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ജീവിക്കുക. കടം വാങ്ങേണ്ടി വരുന്നത് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുമ്പോഴാണല്ലോ കടം വാങ്ങേണ്ടി വരുന്നത്. മറ്റുള്ളവരെ പോലെ ആവാൻ വേണ്ടി പല സ്ഥലത്തുനിന്നും കടം വാങ്ങി എന്ത് ചെയ്യാണ്, വീടുണ്ടാക്കലും മറ്റു വസ്തുക്കൾ വാങ്ങലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, വലിയ കടബാധ്യതയോടുകൂടി ജീവിക്കുകയാണ്. പിന്നെ ആ കടത്തിൻ്റെ പേരിൽ പ്രയാസപ്പെടുകയാണ്. അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും മറ്റുള്ളവരെ അടുക്കൽ നമ്മൾ വലിയ ആളാവാനൊന്നും നമ്മൾ എന്താക്കരുത്, ജീവിക്കരുത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഹദീസിലൂടെ മുത്തുനബി കടത്തിൻ്റെ ഗൗരവം കൂടി എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറയാനുള്ളത് 200 തവണ ഒരു ദിവസം, എല്ലാ ദിവസവും നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ ചെറിയ സൂറത്ത് നമ്മൾ ഓതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണം 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ് എന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 200 തവണ എല്ലാ ദിവസവും ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ.